Good afternoon, all. Good afternoon, ma'am. Okay, so class start ചെയ്യാം. Then നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്റെ ഒരു കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞായിരുന്നു അല്ലെ. നമ്മള് ഇൻട്രാ ട്രാൻസ്ഫറും ഇന്റർ ട്രാൻസ്ഫർ ഇൻട്രാ ട്രാൻസ്ഫർ ഒക്കെ പറഞ്ഞു. then നമ്മള് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓർമ്മിക്കുന്ന എല്ലാവർക്കും എക്യുപ്മെന്റ്സ് കാര്യങ്ങള് എങ്ങനെയാണ് ട്രാൻസ്ഫർ നടക്കുന്നത് അല്ലെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് സ്ക്രീൻ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. അതായത് നമ്മൾ അവിടെ പറഞ്ഞു പ്രീ ട്രാൻസ്ഫർ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് വേണം ട്രാൻസ്ഫർ പേഷ്യൻസിന്റെ ചെയ്യുവാനായിട്ട് അല്ലെ. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൽ നമ്മൾ പറഞ്ഞു ABCD എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി. അതിനാണ് നമ്മൾ ABCD നോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് നോക്കുന്നത് എന്തൊക്കെയാണ് എയർവേ അല്ലെങ്കിൽ ബ്രീത്തിങ്ങിൽ വരുന്നത്, സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി. ഇവയിൽ ഓരോന്നിനും വരുന്നത് ഏതൊക്കെ ടൈപ്പുകളാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? നോട്ട് പ്രോബ്ലം ഉണ്ട് ചെറുതായിട്ട്. സോ ഇടയ്ക്കൊന്ന് വോയിസ് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം കേൾക്കാൻ ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ എയർവേ. നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിലെ കുറച്ച് പുതിയ മെഡിക്കൽ ടേമുകളും കാര്യങ്ങളും പറയുന്നുണ്ട്. ബുദ്ധിമുട്ടാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ച് മെഡിക്കൽ ടേമുകളൊക്കെ വരുന്നുണ്ട്. സോ അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടില്ല, മനസ്സിലാക്കി ക്ലിയർ ആക്കി തരാം. ഓക്കെ, എയർവേ നോക്കാം. എയർവേയിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ജസ്റ്റ് ഒന്ന് എയർവേയുടെ ഒന്ന് വായിക്കാം. എയർവേ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എയർവേ നോക്കാം കേട്ടോ. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എയർവേ വായിക്കാം. ഫസ്റ്റ് വൺ എയർവേയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം. The patient with the possibility of airway compromise in the course of transfer should be electively intubated with the endotracheal tube, ETT. Important ആണ്, അത്
അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. endotracheal tube, ETT, with a cup which should be fixed properly after verifying its exact position. Some patients need properly placed nasogastric tube in order to prevent aspiration of gastric contents during transfer. The cervical spine stabilization may be needed in some trauma patients. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ETT ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. endotracheal tube. എന്താണ് endotracheal tube? Then nasogastric tube. ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ട്രോമ പേഷ്യൻസിനൊക്കെയാണ് ഇങ്ങനെയുള്ള endotracheal ട്യൂബ് യൂസ് ചെയ്യുന്നത്. സോ ഈ endotracheal ട്യൂബോട് കൂടിയിട്ടാണ് നമ്മൾ ആളെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്താണ് endotracheal ട്യൂബ്? നമ്മൾ ട്യൂബൊക്കെ ഇട്ട പേഷ്യൻസ് കാണാറുണ്ട് അല്ലെ. കൂടുതൽ കിടപ്പായ രോഗികള് അല്ലെങ്കിൽ അത്രയ്ക്ക് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനാണ് ട്യൂബ് എടുത്തത് അല്ലെ. ഇതിനാണ് endotracheal ട്യൂബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് പിക്ചർ ക്ലിയർ ആണോ? എല്ലാവർക്കും പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനില്? റെസ്പോണ്ട് ചെയ്യണേ നിങ്ങള് ചോദിക്കുന്നതിനകത്ത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ endotracheal ട്യൂബ് എന്താണെന്നുള്ളതാണ് ഒരു പിക്ചർ കാണുന്നത് അല്ലെ. നോക്കാം, നമ്മളിത് വായിലൂടെയാണ് ഒരു ചെറിയൊരു നോർത്ത് ട്യൂബാണ് കടത്തിവിടുന്നത് അല്ലെ. അപ്പൊ നേരത്തെ ഒരു ട്യൂബ് കടത്തിവിട്ട് അതിലൂടെയാണ് ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇതിലൂടെ ഫുഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രമിക്കേണ്ടത്? ഏറ്റവും വളരെ ലിക്വിഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ട്യൂബിലൂടെ ഈ പേഷ്യൻസിന് ഫുഡ് കൊടുക്കേണ്ടത്. അതിന് ഒരു തരി പോലും വരാൻ പാടില്ല. സോ അങ്ങനെ എന്തെങ്കിലും ഫുഡിന്റെ തരികളും മറ്റുണ്ടെങ്കിൽ അത് ശ്വാസകോശത്തിൽ തടയുകയും അതുമൂലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അല്ലെ. അപ്പൊ ഇത് കൂടുതലായിട്ടും അപ്പൊ ഇങ്ങനെ ട്യൂബ് ഇടുമ്പോൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് endotracheal ട്യൂബ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. മീൻസ് അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ എയർവേയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അതായത് ട്യൂബ് ഇടുന്ന പേഷ്യൻസുകൾ. ഇതാണ് endotracheal ട്യൂബ്. വായിലൂടെ ട്യൂബ് ഇട്ടിട്ട് അതിലൂടെയാണ് ഫുഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഇഞ്ചക്ഷനിലൂടെ ഫുഡ് ജ്യൂസ് അടിച്ച് കൊടുക്കും. ഓക്കെ, അതാണ് ഏറ്റവും മാക്സിമം ലിക്വിഡ് ആയിട്ടുള്ള രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നത്. അതൊരു ഇഞ്ചക്ഷൻ വഴി ആ ലിക്വിഡ് അതിലേക്ക് ട്യൂബിലേക്ക് കടത്തി വിട്ടിട്ട് അതിലൂടെയാണ് ഫുഡ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് endotracheal ട്യൂബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഒരെണ്ണം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്, nasogastric ട്യൂബ് അല്ലെ. ഓക്കെ, nasogastric ട്യൂബ്. നാസോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൂക്കിൽ ഒഴിക്കുന്ന മരുന്നിനെ നേസൽ ഡ്രോപ്സ് എന്നൊക്കെ പറയില്ലേ. നേസൽ ഡ്രോപ്സ് മീൻസ് മൂക്കിൽ കൂടി ഈ ട്യൂബ് ഇടുന്നതിനെയാണ് എന്ന് പറയുന്നത് nasogastric ട്യൂബ്. നമ്മൾ നേരത്തെ കണ്ടു endotracheal ട്യൂബ് മീൻസ് വായിലൂടെ ഇടുന്ന ട്യൂബിനെയാണ് നമ്മൾ endotracheal ട്യൂബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂക്കിലൂടെ ആയിരുന്ന ട്യൂബുകൾ തന്നെയാണ് nasogastric ട്യൂബ്. ഇതിലും ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്തത്. അതായത് ലിക്വിഡ് ആയിട്ട് ഫുഡുകൾ നമ്മൾ ആ മൂക്കിൽ കൂടിയുള്ള ആ ട്യൂബിൽ കൂടിയാണ് കൊടുക്കുന്നത്. ഓക്കെ, endotracheal ട്യൂബ് അതായത് വളരെ കിടപ്പായിട്ടുള്ള രോഗികൾക്കാണ് ഇങ്ങനെയുള്ള ട്യൂബ്. നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ട്യൂബ് ഇട്ട പേഷ്യൻസ് ഒക്കെ ഫുഡ് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വളരെ സൂക്ഷ്മമായിട്ട് വേണം അവർക്ക് ഫുഡ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് അല്ലെ. അതിനെപ്പോഴും കൊടുക്കാനൊന്നും പാടില്ല. 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ വേണം ഫുഡ് കൊടുക്കാൻ. അത് വളരെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സോ endotracheal nasogastric ട്യൂബ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങള്? സ്ക്രീൻ നമ്മുടെ ചാപ്റ്ററിന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, സ്ക്രീൻ കാണുന്നില്ല എന്നാണോ? ഓക്കെ ഓക്കെ, പ്രസന്റ് ചെയ്യാം. കാണുന്നുണ്ട് ഇപ്പൊ? കുഴപ്പമില്ലല്ലോ. ഓക്കെ,
അപ്പൊ എയർവേയിൽ പറയുന്നത് ഇങ്ങനെയുള്ള എൻഡോട്രയാക്കിൽ ട്യൂബുകളും അല്ലെങ്കിൽ നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് ഇപ്പൊ മൂക്കിലൂടെയും വായിലൂടെയും ട്യൂബ് കിടുന്ന പേഷ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇതുവഴി ട്രാൻസ്ഫർ ചെയ്യുന്നത്. എയർവേയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് എൻഡോട്രയാക്കിലും നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്. അത്രയും മാത്രം നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. കൂടുതലൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട, ജസ്റ്റ് അത് രണ്ടും എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കാം. വേറെ കൂടുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല കേട്ടോ. ഈ ഡിഗ്രി എപ്പോഴും ചോദിക്കാറുണ്ട്, എൻഡോട്രയാക്കിൽ ട്യൂബ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. സോ അതിനൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ എയർവേയിൽ പ്രധാനമായിട്ടും ഈ ട്യൂബ് ഇടുന്ന പേഷ്യൻസ് ഒക്കെയാണ് ട്രോമ പേഷ്യൻസ്, കുറച്ച് ക്രിട്ടിക്കൽ പേഷ്യൻസിനൊക്കെയാണ് ഇങ്ങനെയുള്ള ട്യൂബുകളും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? എയർവേ എടുക്കേണ്ട മനസ്സിലാക്കി തരാം കേട്ടോ. നമ്മൾ അത്യാവശ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല അല്ലെ? അപ്പൊ നിങ്ങൾ അത് ഓർത്തിട്ട് എക്സ്ട്രാ ഒന്നും ആവണ്ട കേട്ടോ. നാസോ ഗ്യാസ്ട്രിക് ട്യൂബും മൂക്കിലൂടെ ഇടുന്നത് ചില പേഷ്യൻസിന് അത് ഓരോ പേഷ്യൻസിന്റെ ലെവൽ നോക്കിയിട്ട് എന്താണ് കണ്ടീഷൻ, ചിലപ്പോൾ വായിലൂടെ ഇടാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിലാണ് ചിലപ്പോൾ മൂക്കിലൂടെ ആ ഒരു ട്യൂബ് ഇടുന്നത്. ഓക്കെ, ബ്രീത്തിങ് അടുത്തത് നോക്കാം. ബ്രീത്തിങ് കേട്ടോ. The ventilation should be sufficiently regulated with the optimization of arterial blood gas values in the suspected pneumothorax. Chest drain should be installed before transfer, especially before air transport. ഇവിടെ മെയിൻ ആയിട്ട് എയർ ട്രാൻസ്പോർട്ടില് കൂടുതലും ഒരു ന്യൂമോതൊറാക്സ് ചെസ്റ്റ് ഡ്രെയിൻ കേട്ടിട്ടുണ്ടോ? ന്യൂമോതൊറാക്സ് ചെസ്റ്റ് ഡ്രെയിൻ അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞു ഷുഡ് ബി സഫീഷ്യന്റ്ലി റെഗുലേറ്റഡ് ഒപ്റ്റിമൈസേഷൻ. ഈ നമ്മൾ ബ്രീത്തിങ്ങിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നല്ല വശം കൊണ്ടുവരിക എന്നാണ് കേട്ടോ. അതായത് നമ്മളുടെ കമ്പനികളിലും ഈ അതായത് രക്തദ്രാവകങ്ങളിലും അല്ലെങ്കിൽ എന്താ പറയാ അതില് നമ്മളുടെ കമ്പനികളിലൊക്കെ ഈ രക്തങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ഇപ്പൊ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്വസനമാണ്, അതൊരു ഈ ശ്വസന പ്രക്രിയയുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ? ഇപ്പൊ ശ്വസിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള പേഷ്യൻസുകൾ, അതായത് ബ്രീത്തിങ് എടുക്കാൻ പറ്റുന്നില്ല, അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് ഈ ഒരു ന്യൂമോതൊറാക്സ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മെഷീൻ പോലത്തെ ഒരു ഉപകരണമാണ്. അതായത് നമ്മുടെ ഹൃദയത്തിനുള്ളില് ശ്വാസകോശത്തിനിടയ്ക്ക്, അതായത് ശ്വാസകോശ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് നമ്മുടെ ഹൃദയത്തിനുള്ളില് അല്ലെങ്കിൽ ഈ ശ്വാസകോശത്തിന്റെ ഇടയിലെ ഭിത്തികൾക്കിടയിൽ ചെറിയ എയറുകൾ നിറയുകയോ അതായത് വായു നിറയുകയോ അല്ലെങ്കിൽ ലങ്സിൽ വെള്ളം കെട്ടിയതൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെ എയറുകളോ അല്ലെങ്കിൽ മറ്റേ ഫ്ലൂയിഡ്സോ ഇതൊക്കെ നിറയുവാണെങ്കിൽ അതിന് നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു സംവിധാനമാണ് ഈ ന്യൂമോതൊറാക്സ് ചെസ്റ്റ് ഡ്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടി പറയാം. അതായത് നമ്മളുടെ ശ്വാസകോശ ഭിത്തികൾക്കിടയിൽ എന്തെങ്കിലും എയറുകൾ കയറുകയോ അതായത് വായു കൂടുതലായിട്ട് കയറുകയോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ജലാംശം കൂടുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരും. ഒട്ടും തന്നെ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഫീൽ ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെയാണ് ഈ ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞ ചെറിയൊരു നമ്മുടെ ഹൃദയത്തിന്റെ ആ ഭിത്തിക്കുള്ളിൽ സ്ഥാപിക്കുന്നത്. സോ അത് സ്ഥാപിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലീഫ് ആണ് ആ എയറിന്റെ ഇതിലുള്ള പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ എയറുകൾ എന്തെങ്കിലും തീർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കുന്നതിലൂടെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോ ഇത് എക്സ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട്, ഇതൊക്കെ കൂടുതലും എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ചെസ്റ്റ് ഡ്രെയിനും സംഭവങ്ങളൊക്കെ. കാരണം വെച്ചാൽ അത്രക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ളതല്ല നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. സോ അപ്പോ എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷനിലൊക്കെയാണ് ഈ ചെസ്റ്റ് ഡ്രെയിൻ ഉപയോഗിക്കുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മൾ എയർ ട്രാൻസ്പോർട്ടിൽ കൊണ്ടുപോകുന്നത്. പിക്ചർ ഒന്ന് കാണിക്കാം കേട്ടോ, അപ്പൊ ക്ലിയർ ആവും. എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിക്ചർ ഒന്ന് കാണിക്കാം കേട്ടോ. ഇതുപറ്റി സൗണ്ട് ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ അല്ല? നമ്മൾ ഓൾ മ്യൂട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാക്സിമം വേറെ ഡിസ്റ്റർബ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഓൾ മ്യൂട്ട് കൊടുത്തേക്കാണ്. എക്കോ വരുന്നത് എല്ലാവർക്കും എക്കോ വരുന്നുണ്ടോ അങ്ങനെ? ഓക്കെ ഓക്കെ
ഓൾ മ്യൂട്ട് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് യാതൊരു ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ മ്യൂട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ. വേറെ നിങ്ങൾക്ക് സൗണ്ട്സുകൾ കേൾക്കുന്നുണ്ടെന്നാണോ പറയുന്നത്? വേറെ ഏതെങ്കിലും സൗണ്ട് ആണോ കേൾക്കുന്നത്? ഓക്കെ, നമ്മൾ ഓൾ മ്യൂട്ട് കൊടുത്താണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടിന്യൂ ചെയ്യാനാണ് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. അപ്പൊ ബ്രീത്തിങ്ങിൽ നമ്മൾ പറയുന്നത് ന്യൂമോതൊറാക്സ് കേട്ടോ. ന്യൂമോതൊറാക്സ് മീൻസ് ഇതുപോലെ ചെസ്റ്റ് റൈറ്റ് സ്ഥാപിക്കുക. അതായത് നമ്മുടെ ശ്വാസകോശ ഭിത്തിക്കുള്ളില് ഇതുപോലെയുള്ള എയറുകളോ അല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങളോ ഒക്കെ അടിഞ്ഞുകൂടുമ്പോൾ അതിനൊക്കെ നീക്കം ചെയ്യുവാനായിട്ടാണ് ചെസ്റ്റ് റൈറ്റുകൾ സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇതിൽ കാര്യം ഇത് മനസ്സിലാക്കി വെക്കാം. കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. സംഭവം എന്താണ് അതിനുള്ളിലുള്ളത് എന്ത് ചെയ്യാം അത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോ ബ്രീത്തിങ് നോക്കി, എയർവേ നോക്കി, എത്രയും ക്ലിയർ ആണല്ലോ. എയർവേയിൽ വരുന്നത് ട്യൂബ് ഇടുന്ന പേഷ്യൻസ് ആണ്. ഓക്കെ, ബ്രീത്തിങ്ങിൽ വരുന്നത് കൂടുതലായിട്ടും എയർ ട്രാൻസ്പോർട്ട് ആണ്. ചെസ്റ്റ് ഡ്രെയിൻ ഒക്കെ സ്ഥാപിക്കുന്ന പേഷ്യൻസ് ആണ്. ലാസ്റ്റ് പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സർക്കുലേഷൻ. ഇനി എങ്ങനെയാണ് സർക്കുലേഷനിൽ വരുന്നത് നോക്കാം. ഒപ്റ്റിമൈസേഷൻ മീൻസ് അതിന്റെ നല്ല വശങ്ങൾ കൊണ്ടുവരിക എന്നുള്ളൊരു അർത്ഥം. നിങ്ങള് കറക്റ്റ് ആ പ്രോപ്പർ രീതിക്ക് നോക്കണ്ട. നിങ്ങൾ അതിന്റെ ഒരു ഓവറോൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങളത് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് അല്ലെ. കുറെയൊക്കെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള കേസസുകൾ നിങ്ങൾ ആ മെഡിക്കൽ ടേമുകൾ കറക്റ്റ് ആയിട്ട് പഠിക്കാം. എന്താണ് സംഭവം, അതിനുള്ളിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാക്സിമം പറഞ്ഞു തരാം കേട്ടോ. സർക്കുലേഷൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തചംക്രമണം അല്ലെ, സംക്രമണം എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ നോക്കാം, സർക്കുലേഷൻ വായിക്കാം. The patient should have at least 2 wide-bore intravenous working cannulas in place before shifting. External hemorrhage, if any, should be regulated, controlled, and any shock should be treated with intravenous fluids and or vasopressors. എന്താണ് കാനുലാസ് എന്ന് പറഞ്ഞാല്? ഇൻട്രാവീനിയസ് വർക്കിംഗ് കാനുലാസ്. കാനുലാസ് കേട്ടിട്ടുണ്ടോ? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. കാനുലാസ് കാനുലാസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരും കേട്ടിട്ടില്ല? ഓക്കെ, എന്താണ് കാനുലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്? ഓക്കെ, എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ. കുറച്ച് പേർക്ക് അറിയാം. ഓക്കെ, എന്താ കാനുല എന്ന് പറയുന്നത്? കയ്യിലിടുന്ന കീഴില് അല്ലെ. ശരിയാണ്. നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുമ്പോഴേ നമുക്ക് ഡ്രിപ്പ് ഒക്കെ ഇടാനായിട്ട് ആ കയ്യില് തീരി ഏകദേശം കൈപ്പത്തിന്റെ ഇവിടെ ആയിട്ടല്ലേ നമ്മൾ ആ ജനമ്പിന്റെ അവിടെയൊക്കെ നോക്കിയിട്ട് ഒരു ചെറിയൊരു രീതിയിലൊക്കെ കേട്ടി. അതിലൂടെയാണ് ഈ ഇഞ്ചക്ഷൻസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്കിംഗ് കാനുല. ആ ഒരു ടേം മറന്നു പോകരുത്. കയ്യിലാ കീഴിൽ വരുന്നതിനാണ് നമ്മള് വർക്കിംഗ് കാനുലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സർക്കുലേഷനിൽ വരുന്നത് ഒരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഈ കാനുലാസ് എങ്കിലും ആ രോഗിയിൽ വേണം. കാരണം ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറയാം. ഇപ്പൊ ബിഫോർ ഷിഫ്റ്റിങ്ങിന് മുന്നേ അല്ലെങ്കിൽ ബിഫോർ ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ഓൾറെഡി 2 വർക്കിംഗ് കാനുലാസ് പേഷ്യന്റിൽ വേണം. അതായത് ട്രീറ്റ്മെന്റ് ഇവിടെ കണ്ടിന്യൂ ചെയ്യണമല്ലോ. ഇനി എക്സ്റ്റേണൽ ഹെമറേജ്, ഇഫ് എനി ഷുഡ് ബി റെഗുലേറ്റഡ്, കൺട്രോൾഡ് ആൻഡ് shock should be treated with intravenous fluids. അതായത് ഹെമറേജ് മീൻസ് എന്താ? ഹെമറേജ് കേട്ടിട്ടുണ്ടോ? ഹെമറേജ് മലയാളം ബ്ലീഡിംഗ് അല്ലെങ്കിൽ രക്തസ്രാവം, അതായത് ബാഹ്യ രക്തസ്രാവം അല്ലെ. അപ്പൊ ഏതെങ്കിലും ആഘാതങ്ങളൊക്കെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഹെമറേജസ് ഒക്കെ വരുമ്പോ അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നമ്മള് ഈ പറഞ്ഞ പോലെ ഈ ഒരു 2 ഇൻട്രാവീനിയസ് വർക്കിംഗ് കാനുലാസ് വേണം എന്ന് പറയുന്നത്. ഓക്കെ, ഹെമറേജസ് അതായത് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് അല്ലെങ്കിൽ രക്തസ്രാവം എന്തെങ്കിലും കേസസുകൾ പോകുന്ന വഴിക്ക് കേസ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വർക്കിംഗ് കാനുലാസ് നിർബന്ധമായിട്ടും ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേണമെന്ന് പറയുന്നത്. നോക്കാം. വാസോപ്രസേഴ്സ് മീൻസ് രക്തക്കുഴലുകൾ അല്ലെങ്കിൽ രക്തധമനികൾ എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ
ഈ ഹെമറേജസ് അല്ലെങ്കിൽ ഇതുപോലുള്ള രക്തസ്രാവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊക്കെ റിക്കവറി ആവാൻ വേണ്ടിയിട്ടാണ് വർക്കിംഗ് കാനുലാസ് വേണമെന്ന് പറയുന്നത്. ഇനി the availability of cross-matched blood may be needed in the course of transport. ഇനി at that time തന്നെ ആ പേഷ്യന്റിന്റെ ബ്ലഡിനോട് മാച്ച് ആയിട്ടുള്ള ക്രോസ് മാച്ച്ഡ് ബ്ലഡ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കണം. അതായത് ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഹെമറേജ് സംഭവിക്കുമ്പോൾ നമ്മുടെ രക്തം കൂടുതലായിട്ട് പോവുകയാണല്ലോ. സോ ആ ടൈമിൽ നമുക്ക് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. ആ സമയത്ത് വണ്ടി നിർത്തി പോയിട്ട് ബ്ലഡ് നോക്കാൻ പറ്റില്ലല്ലോ. സോ ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതാണ് സർക്കുലേഷനിൽ പറയുന്നത്. ഓക്കെ, നിങ്ങൾ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ഒന്ന് വായിച്ചു നോക്കണേ. എയർവേ, ബ്രീത്തിങ്, ദെൻ സർക്കുലേഷൻ കേട്ടോ. പെട്ടെന്ന് വായിച്ചു നോക്കിക്കോളൂ, ഒന്നുകൂടി നമുക്ക് പറയാം കേട്ടോ. വായിച്ചോ എല്ലാവരും? എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. എയർവേയില് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സർക്കുലേഷൻ പറയാം കേട്ടോ. എയർവേയിൽ പറഞ്ഞത് ഇതുപോലെ ETT, എൻഡോട്രയാക്കിൽ ട്യൂബ് ഇട്ട പേഷ്യൻസുകളും ദെൻ നാസോഗ്യാസ്ട്രിക് ട്യൂബ്, അതായത് മുക്കിലൂടെയും വായുടെയും ട്യൂബൊക്കെ ഇട്ട പേഷ്യൻസ് ഒക്കെയാണ് കൂടുതൽ വരുന്നത്. ദെൻ അവര് ട്രോമ പേഷ്യൻസ് ആയിരിക്കും അല്ലെ, കൂടുതൽ ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസുകൾ ആയിരിക്കും. ദെൻ പിന്നെ നമ്മുടെ ഭാഗത്ത് ബ്രീത്തിങ്. ബ്രീത്തിങ്ങിൽ കൂടുതലായിട്ടും ചെസ്റ്റ് ട്രെയിൻ ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആയിരിക്കും കൂടുതൽ എയർ ട്രാൻസ്പോർട്ടിലാണ് വരുന്നത്. ചെസ്റ്റ് ട്രെയിൻ എന്ന് പറഞ്ഞ സംഭവം മനസ്സിലായല്ലോ. ശ്വാസകോശ ഭിത്തികൾക്കുള്ളിൽ ഇതുപോലെ എയറുകളോ അല്ലെങ്കിൽ മറ്റു ഫ്ലൂയിഡ്സുകളോ നിറയുകയാണെങ്കിൽ അതിനെ നീക്കം ചെയ്യുവാനായിട്ട് വെക്കുന്ന ഒരു ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ആണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സർക്കുലേഷനിൽ നമ്മൾ പറഞ്ഞത് മിനിമം 2 വർക്കിംഗ് കാനുലാസ് ആണ് ഒരു പേഷ്യൻസിന് വേണ്ടത്. അത് ഇപ്പോ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെ 2 വർക്കിംഗ് കാനുലാസ് വേണം. ഇനി അവിടെ നമുക്ക് എക്സ്റ്റേണൽ ഹെമറേജ്, രക്തസ്രാവം അങ്ങനെ വല്ല എന്താ പറയുന്നത് കൺട്രോളിലാണ് രക്തസ്രാവം ഒക്കെ വരികയാണെങ്കിൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി ഈ ഫ്ലൂയിഡ്സ് ഓർ വാസോപ്രസേഴ്സ്, ഇപ്പൊ രക്തക്കുഴലുകളോ രക്തസിരകളൊക്കെ ഇങ്ങനെ പൊട്ടുകയോ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ വരുമ്പോഴാണ് ഹെമറേജ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ബ്ലഡ് വേണം അല്ലെ, ബ്ലഡ് ആവശ്യമായിട്ട് വരുമല്ലോ. രക്തസ്രാവം സംഭവിക്കുമ്പോൾ നമ്മൾ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോവുകയല്ല ചെയ്യുന്നത്. സോ ആ പേഷ്യന്റിന്റെ ബ്ലഡുമായിട്ട് ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഓൾറെഡി സ്റ്റോക്ക് ആയിരിക്കണം. ആ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? സർക്കുലേഷൻ ക്ലിയർ ആയോ? ഓക്കെ, ഇച്ചിരി ബുദ്ധിമുട്ടതല്ല, നമുക്ക് പറ്റതുപോലെ പെട്ടെന്ന് എളുപ്പം പറഞ്ഞാൽ പെട്ടെന്ന് തല കയറില്ല എന്നൊക്കെ അറിയാം. കാരണം മെഡിക്കൽ ടേമുകൾ കുറച്ചിട്ട് അല്ലെ. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ അതല്ല പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഓവറായിട്ടൊക്കെ പഠിക്കണ്ട. നിങ്ങളെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നില്ല, അതുപോലെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പഠിക്കാം. ഇപ്പൊ ETT ഞാൻ പറഞ്ഞു, എൻഡോട്രയാക്കിൽ ട്യൂബ്, അതെപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ചെറിയ ഷോർട്ട് ഫോമുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെ കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് പഠിക്കാം കേട്ടോ. ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതൊന്നും നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, എന്താണ് അതിനുള്ളിൽ പറയുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാലോ. ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. ഡിസബിലിറ്റി, ഇവിടെ ഡിസബിലിറ്റി മീനിങ് ഡിസബിലിറ്റി കേട്ടിട്ടുണ്ടോ? റീഡിംഗ് ഡിസബിലിറ്റി, റൈറ്റിംഗ് ഡിസബിലിറ്റി എന്നൊക്കെ പറയാറുണ്ട്. കഴിവില്ലായ്മ, ഓക്കെ. വൈകല്യം, പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ വൈകല്യം, പഠന വൈകല്യം, പോരായ്മകൾ, ഓക്കെ, നിങ്ങൾ പറയുന്നത് എല്ലാം ശരിയാണ് കേട്ടോ. അതായത് ഡിസബിലിറ്റി മീൻസ് വൈകല്യങ്ങൾ അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പേഷ്യന്റ് വിത്ത് ഹെഡ് ഇഞ്ചുറി ഷുഡ് ഹാവ് ദെയർ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ, GCS, വളരെ ഇമ്പോർട്ടന്റ് ആണ്. GCS, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ patient with head injury should have their Glasgow coma scale.
adequately monitored and recorded in document before and in the course of transfer and before the administration of any sedative or paralytic agent. നോക്കാം, പേഷ്യന്റ് വിത്ത് ഹെഡ് ഇഞ്ചുറീസ്, അതായത് തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ള പേഷ്യൻസ്. ഇപ്പൊ ആക്സിഡന്റ് കേസസ് ഒക്കെ വരുമ്പോൾ കൂടുതലും തലയ്ക്ക് പരിക്ക് പറ്റിയവരൊക്കെ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർ പേഷ്യൻസിന് ചിലപ്പോ ഒരു കോമ സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചലനങ്ങളൊന്നുമില്ല, വേറെ എന്താ പറയാ മൂവ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേജിൽ ആയിരിക്കും. സോ അങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു മോണിറ്ററിംഗ് സിസ്റ്റമാണ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളുടെ ശരീരത്തില് കുറെ പേഷ്യൻസ് ഒക്കെ ഘടിപ്പിച്ചു കൊണ്ടിട്ട് മോണിറ്ററൈസ് ചെയ്യും അല്ലെ. ഒരു വേവ് പോലെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഒരു വേവ് പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും ഇല്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനെ? ഓക്കെ, അപ്പൊ അതുപോലെ ഒരു മോണിറ്ററൈസിംഗ് സിസ്റ്റം ആണ് ഈ GCS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ലാസ്റ്റ് പിക്ചർ കാണിച്ചു തരാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അതായത് നമ്മളുടെ ഇതുപോലെ ഒട്ടും തീരെ ഹെഡ് ഇഞ്ചുറി ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ അവരുടെ ശരീരത്തില് ചെറിയ കുട്ടി കുട്ടി പേഷ്യൻ ചെറിയൊരു തന്നെ ഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റത്തില്, അതിനാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മളുടെ ഓരോ ചലനങ്ങളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് രേഖപ്പെടുത്തുന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റമാണ് GCS, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അപ്പൊ ആ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ചലനം അല്ലെ, ഇപ്പൊ കണ്ണ് ചലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് സംസാരിക്കാനായിട്ട് ആള് ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൈവിരലുകൾ അനങ്ങുന്നുണ്ടോ, കൈകാലുകളുടെ അനക്കം, അങ്ങനെ നമ്മളുടെ ഓരോ മൂവ്മെന്റും ഇതിൽ മോണിറ്ററൈസ് ചെയ്തിട്ട് ഓരോരുത്തര പെർസെന്റേജ് ആള് സ്പോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൂവ്മെന്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണിന്റെ അടക്കം വരുന്നുണ്ട്. ഒക്കെ ഓരോ മൂവ്മെന്റും എത്ര പെർസെന്റേജ് ആണ്, എന്തോരം കാണിക്കുന്നുണ്ടെന്ന് അളക്കുന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റമാണ് GCS എന്ന് പറയുന്നത്, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഇത് കൂടുതലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനായിരിക്കും ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിലൊക്കെ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് നോക്കാം. Adequately monitored and recorded in document before and in the course of transfer and before the administration of any sedative or paralytic agent. എന്താണ് sedative means? സഡേഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? സഡേഷൻ, ചില മെഡിസിന് സഡേഷൻ ഉണ്ടാവുമെന്ന് പറയും, കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ചില മെഡിസിൻസിനെ സഡേഷൻസ്, മയക്കം അല്ലെ. അതായത് ചില കൂടുതലും അലർജിയുടെ മെഡിസിൻസ് അല്ലെങ്കിൽ കോൾഡിന്റെ മെഡിസിൻസ്, അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ, കോൾഡിന് നമ്മൾ കഴിക്കുന്ന സെട്രസിൻ, അവിയൽ ടാബ്ലറ്റ്സ് ഒക്കെ അറിയോ? ഓക്കെ, ഡോസേജ് അല്ല ഉദ്ദേശിക്കുന്നത്, സഡേഷൻ. എല്ലാ മെഡിസിനും സഡേഷൻ ഒന്നും ഇല്ല, പക്ഷെ ഇതൊരു കൂടുതലായിട്ടും അലർജിയുടെ മെഡിസിൻസ് അല്ലെങ്കിൽ കോൾഡിന്റെ സെട്രസിൻ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെട്രസിൻ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ അവിയലിലെ അങ്ങനെയുള്ള കുറച്ച് ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഭയങ്കര ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഒരു മയക്കമായിരിക്കും അല്ലെ. ഒരു എന്താ പറയുക, ഒരു സഡേഷൻ ഫീൽ ചെയ്യും. സോ ഇതിനിടയിൽ സഡേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മയക്കം വരുന്ന രീതിയിലുള്ള മെഡിസിൻസുകളാണ് കേട്ടോ. സെട്രസിൻ പറഞ്ഞപ്പോൾ കമന്റ് ചെയ്യുന്നുണ്ടാവും, ലിവോസെട്രസിൻ തന്നെ വേറൊരു മിക്സ് ചെയ്തിട്ടുള്ളതാണ് ലിവോസെട്രസിൻ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ മനസ്സിലായല്ലോ. അത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? GCS ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. അപ്പൊ പറയുന്നത് ഗ്ലാസ്ഗോ കോമ സ്കെയിലാണ്. ഇങ്ങനെ ഹെഡ് ഇഞ്ചുറി ഒക്കെ പറ്റുന്ന പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ആ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി പറയുന്നത്, അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഇങ്ങനെ സെഡേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കും. കാരണം അവർക്ക് ചിലപ്പോൾ ഭയങ്കര പെയിൻ ഒക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ആ സെഡേറ്റീവ് മെഡിസിൻസ് കൊടുക്കുമ്പോ എന്താണ്, ആ പെയിൻ ചിലപ്പോൾ ആ പെയിൻ അവർക്ക് അറിയില്ല, ആ ഒരു മയക്കത്തിൽ ആവുന്നത് കൊണ്ട് പെയിനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പാരലറ്റിക് മീൻസ് എന്താണ്? അതായത് തളർത്തുക എന്നൊക്കെ പറയില്ലേ, അതായത് സെഡേറ്റീവ് കൊടുത്തിട്ട് ആളൊരു മയങ്ങി പോകുന്ന അവസ്ഥ, തളർത്തുക എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് കേട്ടോ. അതായത് നമ്മൾ ഇതിനെ കൊടുക്കുന്നത് എങ്ങനെ, സെഡേറ്റീവ് വെറുതെ കൊടുക്കുന്നതല്ല. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിൽ അവർക്ക് ഇതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ
പെയിനൊക്കെ ഉള്ള പെയിനൊക്കെ നല്ല പെയിനൊക്കെ വരുന്ന പേഷ്യൻസ് ആണെങ്കിലാണ് നമ്മളിങ്ങനെ സെഡേറ്റീവ് ആയിട്ടുള്ളത് കൊടുക്കുന്നത്. അതായത് അവര് ഒന്ന് തളർത്തിക്കിടത്തുക മീൻസ് വേറെ അർത്ഥത്തിലല്ല, അതായത് ആള് പോകുന്ന വഴിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ട് ആ വേദനയൊന്നും അറിയാണ്ട് ആ ഒരു മയക്കത്തിൽ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇതിനുള്ള സെഡേറ്റീവ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ adequately monitored and recorded in document before and in the course of transfer and before the administration of any sedative or parent. അപ്പൊ നമ്മള് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള വല്ല സെഡേറ്റീവ് മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ആ ഡോക്യുമെന്റിൽ എഴുതണം എന്നാണ് പറയുന്നത്. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇന്ന മെഡിസിൻസ് അല്ലെങ്കിൽ ഇന്ന സെഡേറ്റീവ് മെഡിസിൻ നമ്മൾ പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ടോന്ന് കൂടി ആ ഡോക്യുമെന്റിൽ പേഷ്യന്റിന്റെ റെക്കോർഡ് ചെയ്യും, അതിനകത്ത് രേഖപ്പെടുത്തണം. ഓക്കെ, അത്രയാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. The patient should be protected from cold by providing suitable blankets apart from the above pre-transfer checklist. On the day transfer itself, all basic investigation should be performed to reflect the present condition of the patient. ഇനി എന്താ പറയുന്നത്? പേഷ്യന്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. പേഷ്യന്റിന് ഇപ്പൊ കോൾഡ് എന്നൊക്കെ ആണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റേ പുതപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ നൽകണം. പിന്നെ പറയുന്നത് എന്താണ്? ഓൺ ദി ഡേ ട്രാൻസ്ഫർ ഇറ്റ്സെൽഫ് all basic investigations should be performed to reflect the present condition of the patient. അതായത് ഇപ്പൊ ആ പേഷ്യൻസിന് ഇപ്പൊ കൂടുതൽ കോൾഡും കാര്യങ്ങളൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പുതപ്പുകളൊക്കെ നൽകുക. അതിന് പുറമെ ആ ഒരു പേഷ്യന്റിന് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേ ആ സമയത്ത് തന്നെ ആ ദിവസത്തില് നിലവിലെ അവസ്ഥ എന്താണെന്ന് പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം നൽകേണ്ടത്. ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ടൈമിലെ എന്തൊക്കെയാണ് കണ്ടീഷൻ, ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ, അപ്പൊ അതിനൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ അതിന് നടപടികൾ ചെയ്യണം. കാരണം ആള് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന സേഫ് ആയിട്ട് ആള് ട്രാൻസ്ഫർ ചെയ്യുന്നിടത്തേക്ക് എത്തണമല്ലോ. സോ ആ ടൈമില് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ആ ദിവസം ഇത്ര ദിവസം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയും അല്ലെ, അപ്പൊ ആ ദിവസം എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്ന് ആളെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസബിലിറ്റിയിൽ വരുന്നത്. ഒന്നുകൂടി പറയാം. ഡിസബിലിറ്റിയിൽ മെയിൻ ആയിട്ട് വരുന്നത് ഹെഡ് ഇഞ്ചറി ഒക്കെ സംഭവിച്ച പേഷ്യൻസ്, അതായത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് തലയ്ക്ക് എന്താ പറയാ ഹെഡ് ഇഞ്ചറി സംഭവിച്ച പേഷ്യൻസ്, അവർക്കാണ് നമ്മൾ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്നുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം അലോട്ട് ചെയ്തത്. മീൻസ് അവിടെ പറയുന്നത് ഗ്ലാസ്ഗോ കോമ സ്കെയിലിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ചലനങ്ങളെയും മോണിറ്ററൈസ് ചെയ്യുന്നു. ഇപ്പൊ കണ്ടു ചലിക്കുന്നുണ്ടോ, കൈകാലുകളുടെ ചലനമുണ്ടോ, ലിപ് മൂവ്മെന്റ്സ് ഉണ്ടോ എന്നൊക്കെ അത് കറക്റ്റ് ആയിട്ട് മോണിറ്ററിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ GCS എന്നതോട് ഉദ്ദേശിക്കുന്നത്. ഇനി പറയുന്നത് നമ്മള് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിൽ പേഷ്യൻസിന് ചിലപ്പോൾ പെയിനും മറ്റും അങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെല്ലാം ഒന്ന് റിക്കവറി ആവാൻ വേണ്ടിയിട്ട് അവർക്ക് സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് നൽകുകയാണെങ്കിൽ അത് ആ പേഷ്യൻസിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തണം. സെഡേറ്റീവ് നൽകുന്നത് എന്തിനാണ്? അവർക്ക് മുമ്പായിട്ട് തന്നെ അവര് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഓൺ ദ വേയിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ബുദ്ധിമുട്ടുകളോ വേദനയൊക്കെ അനുഭവിക്കുമല്ലോ. GCS എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ആണ്. അതിപ്പോ ഓൾറെഡി ICUകളിലും അല്ലെങ്കിൽ വെന്റിലേറ്ററിലൊക്കെ ഇത് ഓൾറെഡി ഈ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം അവിടെ ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്കറിയാം സാധാ ഒരു ആംബുലൻസിലായിരിക്കില്ലല്ലോ പോകുന്നത്. ഇങ്ങനെ ഒട്ടും തന്നെ നമ്മള് എന്താ പറയാ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിലേക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട ആംബുലൻസുകൾ നമുക്കിത് ഡിഫറെന്റ് ടൈപ്സിലുള്ള ആംബുലൻസുകൾ അവൈലബിൾ ആണ് അല്ലെ. നോർമൽ ബേസിക് ലൈഫ് ആംബുലൻസുകളുണ്ട്. നമ്മൾ പറയും ICU ആംബുലൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ICU ആംബുലൻസ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഈ ICU ആംബുലൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനുള്ളില് ഒരു ICUല് എന്തൊക്കെ എക്യുപ്മെന്റ്സും അത്യാവശ്യം വേണ്ടുന്ന ഉപകരണങ്ങളുണ്ടോ ആ ഒരു സെയിം മോഡൽ തന്നെയായിരിക്കും ആ ഒരു ആംബുലൻസില് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഈ GCS എന്ന് പറഞ്ഞൊരു മോണിറ്ററിംഗ് സിസ്റ്റം ഓൾറെഡി ആ ആംബുലൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആംബുലൻസിലായിരിക്കും ഇങ്ങനെ വരുന്ന ഈ കൂടുതലും ഇഞ്ചറി വരുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് സെയിം ആ ഒരു എക്യുപ്മെന്റ്സ് കാര്യങ്ങളുള്ള ആംബുലൻസിലായിരിക്കുമല്ലോ ആളെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, GCS മനസ്സിലാവാത്തതുണ്ടോ ആർക്കെങ്കിലും?
GCS നമ്മുടെ ചലനങ്ങളെ മോണിറ്ററൈസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ ഐ റെസ്പോൺസ്, വെർബൽ റെസ്പോൺസ് അല്ലെ, മോട്ടോർ റെസ്പോൺസ്, അങ്ങനെയുള്ള എല്ലാ റെസ്പോൺസ് ചെയ്യുന്നതാണ് GCS എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ ടേം പഠിക്കണോട്ടോ എന്തായാലും, ഗ്ലാസ്ഗോ കോമ സ്കെയില് കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞു സെഡേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. നമ്മൾ പറഞ്ഞു ഇപ്പൊ ആവശ്യമെങ്കിൽ പ്ലാന്റ്സുകൾ നൽകും. ഇത് നമ്മൾ പറഞ്ഞു ആ ടൈമില്, ആ ഒരു ഡേയില് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഡേയില് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രസന്റ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് നമ്മൾ അതനുസരിച്ചിട്ടാണ് ആൾക്ക് കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെന്റുകൾ നൽകുന്നത്. ഓക്കെ, ഇനി പാരലിറ്റിക് മീൻസ് അങ്ങനെ തളർത്തുക എന്നൊക്കെ ഉള്ളൊരു ഇതല്ലേ. അതായത് മീൻസ് നമ്മൾ സെഡേറ്റീവ് കൊടുക്കുന്നത് എന്തിനാണ്, നമ്മൾ പറഞ്ഞു മയങ്ങാനാണ് അല്ലെ. അതായത് തളർത്തുക, പേഷ്യൻസിന് തളർത്തുക ഉദ്ദേശിക്കുന്നത് ആളുടെ പെയിനും വേദനയൊന്നും അറിയാത്ത രീതിയിൽ ഈ സെഡേറ്റീവ് മെഡിസിൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. ഇനി നിങ്ങൾ എയർവേ നോക്കണം, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. ഇത് നാലും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മളിപ്പോ എടുത്ത ഇത്രയും ഒന്ന് വായിച്ചു നോക്കാം. പ്രിന്റഡ് എല്ലാവരുടെ കയ്യിൽ പ്രിന്റഡ് ഉണ്ടോ? ഇതിന്റെ പ്രിന്റഡ് കോപ്പി ഉണ്ടോ? ഓക്കെ, പ്രിന്റഡ് കയ്യിലുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി ഇല്ലാത്തവരാണെങ്കിൽ കയ്യിലേക്ക് പ്രിന്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈ GCS ഇമ്പോർട്ടന്റ് ആണ്. ETT കേട്ടോ, എൻഡോ ട്രയാങ്കിൾ ട്യൂബ് ഒക്കെ എപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഓരോന്നിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വരുന്നില്ലല്ലോ. നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. നോട്ട്സ് ഒന്നും എക്സ്ട്രാ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. നിങ്ങളുടെ പേര് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ വേറെ എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യമില്ല കേട്ടോ. വേറെ എക്സ്ട്രാ ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. പിക്ചർ ക്ലിയർ ആണോ എല്ലാവർക്കും? കാണുന്നില്ലേ? ഓക്കെ, നമ്മൾ എൻഡോട്രയാക്കിൾ ട്യൂബ് കണ്ടു, നാസോഗാസ്ട്രിക് ട്യൂബ് കണ്ടു. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ കേട്ടോ. എങ്ങനെയാണ് ഒരു ഗ്ലാസ്ഗോ കോമ സ്കെയിലിന്റെ മോണിറ്ററിൽ കാണിക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. നോക്കാം, നമ്മൾ പറഞ്ഞു ഐ ഓപ്പണിങ് എങ്ങനെയാണ്, കണ്ണിന്റെ മൂവ്മെന്റ്സ് ഉണ്ടോ, കണ്ണ് ചലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കണ്ണ് ഓപ്പൺ ആവുന്നുണ്ടോ, കണ്ടോ? അതിന്റെ ഓരോ എത്ര സെക്കൻഡില് അല്ലെങ്കിൽ ഓരോ ടൈം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ട് അല്ലെ. അതുപോലെ വെർബൽ റെസ്പോൺസുകൾ അല്ലെ, എങ്ങനെയൊക്കെയാണ്, വേർഡ്സ് ആണോ അല്ലെങ്കിൽ സൗണ്ടുകളോ, എങ്ങനെയാണ് ഓരോ ചലനങ്ങളെയും ഓരോ ഇതായിട്ട് നമ്മൾ എടുത്തെടുത്ത് ഈ പറഞ്ഞ ഒരു മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ മോണിറ്റർ റെസ്പോൺസ്, അതായത്
ഇപ്പൊ കൈകള് ചലിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് നമ്മളുടെ ചലനങ്ങൾ എങ്ങനെയാണെന്ന് ഫിസിക്കൽ മോട്ടോർ ആയിട്ടുള്ള മോട്ടോർ, അതായത് ഫിസിക്കലി നമ്മൾ കൈകാലുകൾ ചലിക്കുന്നുണ്ടോ, അനങ്ങുന്നുണ്ടോ, നമ്മളുടെ എവിടെയെങ്കിലും മൂവ്മെന്റ്സ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. ഇതിനാണ് നമ്മൾ ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? കുറച്ചുകൂടി ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആയില്ലേ? ഇത് കണ്ടു കഴിഞ്ഞപ്പോ കുറച്ചുകൂടി ക്ലിയർ ക്ലാരിറ്റി കിട്ടിയില്ലേ? ഓക്കെ. പിക്ചർ എല്ലാവരും തന്നെ കണ്ടായിരുന്നോ? ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണാം. ഓക്കെ. ന്യൂമോതൊറാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ന്യൂമോതൊറാക്സ് കണ്ടോ? അതായത് ശ്വാസകോശത്തിന്റെ ഉള്ളില് ചില പറഞ്ഞു എയറുകളോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സുകളോ മറ്റോ അടുത്ത് ചേരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കുന്നത്. ഓക്കെ. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഓക്കെ, ഇത് എഴുതിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നമ്മളുടെ ഓരോ ചലനങ്ങൾ, ഓരോ മൂവ്മെന്റ്സിന് എടുത്തു കാണിക്കുന്നതാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിലിലൂടെ ചെയ്യുന്നത്, മോണിറ്ററൈസ് ചെയ്യുന്നത്. ഇത് കൂടുതലും ഹെഡ് ഇഞ്ചുറി ആയിട്ട്, ഹെഡ് ഇഞ്ചുറി ഒക്കെ സംഭവിക്കുമ്പോഴല്ലേ ഇങ്ങനെ കോമ സിറ്റുവേഷനിലോട്ട് അല്ലെങ്കിൽ കോമ സ്റ്റേജിലോട്ടൊക്കെ പോകുന്നത്. ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തില്ല, ആള് മെഡിസിനോട് റെസ്പോണ്ട് ചെയ്തില്ല, ഒന്നിനോട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് ഈ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? കുറച്ചുകൂടി സ്ക്രീൻ കാണുന്നുണ്ടോ? നമ്മുടെ ക്ലാസ് നോട്ട്, പ്രിന്റഡ് നോട്ട് കാണുന്നുണ്ടോ ഇപ്പൊ? ഓക്കെ. അപ്പൊ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ സ്ക്രീൻ കാണുന്നില്ല എന്നല്ലേ? ഓക്കെ ഓക്കെ, പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ സ്ക്രീൻ? ഓക്കെ, അപ്പൊ നമ്മള് ഗ്ലാസ്ഗോ കോമ സ്കെയിലും കണ്ടു അല്ലെ? അപ്പൊ മൂന്നും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? എയർവേ നമ്മൾ നോക്കി, ദെൻ ബ്രീത്തിങ്ങിൽ പറഞ്ഞു, സർക്കുലേഷൻ, ദെൻ ഡിസബിലിറ്റി. പിക്ചറും കൂടി കാണിച്ചു തന്നപ്പോ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ലേ? നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പിക്ചർ കണ്ടപ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലെ? ആണോ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം, മോഡ് ഓഫ് ട്രാൻസ്ഫർ. വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, നമുക്ക് കുറച്ച് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചില മെഡിക്കൽ ടേമുകളൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പിക്ചറുകളും കാര്യങ്ങളൊക്കെ കാണിച്ചേക്കാം കേട്ടോ. അപ്പൊ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. Then mode of transfer. The two most commonly employed methods of transfer of patient are ground transport by including ambulance and mobile intensive care units. നമുക്കറിയാം ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആയിട്ട് കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ആംബുലൻസുകളും മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സുകളൊക്കെയാണ്. അതായത് ഈ ICU ഒക്കെ ഉൾപ്പെടുന്ന ആംബുലൻസുകളൊക്കെയാണ് നമ്മൾ റോഡിൽ കൂടിയുള്ള ട്രാൻസ്പോർട്ട്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ പെടുന്നത് അല്ലെ? അതുപോലെ തന്നെ എയർ ട്രാൻസ്പോർട്ടിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഹെലികോപ്റ്ററും എയറോപ്ലെയിൻ. വേറെ മേഖല കൂടി പോകില്ലല്ലോ. അപ്പൊ ഹെലികോപ്റ്ററും എയറോപ്ലെയിനൊക്കെയാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോന്നും എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് നോക്കാം. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു കൂടുതലായിട്ടും എന്താണ്? ആംബുലൻസുകളാണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പറയുന്നത്, നമുക്കറിയാം ഇപ്പോ ഡിഫറെന്റ് ടൈപ്പിലുള്ള ആംബുലൻസുകൾ ഉണ്ട്, അവൈലബിൾ ആണ് എല്ലാ ഹോസ്പിറ്റലുകളിലും തന്നെ അല്ലെ? ആണോ? ഏതൊക്കെ ടൈപ്പുള്ള ആംബുലൻസുകൾ നിങ്ങൾക്ക് അറിയാം? ആംബുലൻസുകൾ തന്നെ പല ഡിഫറെന്റ് ആയിട്ടുള്ള ആംബുലൻസുകൾ അവൈലബിൾ ആണ് അല്ലേ? ആണോ? നിങ്ങളുടെ അറിവില് എങ്ങനെയൊക്കെയാണ്? ഡിഫറെന്റ് ടൈപ്സിലുള്ള ആംബുലൻസുകൾ ഉണ്ട്. നോർമൽ ആംബുലൻസുകൾ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള ആംബുലൻസുകൾ ഉണ്ട്, ICU ആംബുലൻസുകളൊക്കെ ഉണ്ട് അല്ലെ? മൊബൈൽ ICU ഉണ്ട്, വെന്റിലേറ്റർ ആംബുലൻസ് ഉണ്ട്, പാലിയേറ്റീവ് ഉണ്ട്, ഒക്കെ ഓൾമോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ.
അപ്പൊ നോക്കാം, നമുക്ക് ഫസ്റ്റ് നോക്കാം. Different type of ambulance are used in this mode of transfer of patient. നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ള ആംബുലൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അത് നമ്മൾ പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്നാണ്. ബേസിക് എന്ന് പറയുന്നത് നമുക്കറിയാം. ബേസിക് മീൻസ് ബേസിക് മീനിങ് എന്താ മലയാളത്തില്? നമ്മൾ ബേസിക് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയും അല്ലെ? എന്താ ഇപ്പൊ ബേസിക്കിന്റെ അർത്ഥം? ബേസിക് എഡ്യൂക്കേഷൻ അടിസ്ഥാനം അല്ലെ? അതായത് ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ആരംഭം. ബേസിക് പഠിച്ചാലല്ലേ മറ്റൊരു പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ? സോ അപ്പൊ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉദ്ദേശിക്കുന്നത് ഒരു അടിസ്ഥാന ആംബുലൻസ്, നോർമൽ ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആയിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിംഗ് ലെവൽ. ഓക്കെ, ഇത് പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. നോക്കാം. അപ്പൊ basic life support ambulance. These ambulances are conditioned with adequate staff and monitoring devices to shift patient without life threatening. Important ആണ്. underline ചെയ്തോളൂ. Without life threatening. Without life threatening conditions, and these can only provide basic life support service. In that life threatening means life threatening. ജീവനും ഭീഷണി ഇല്ലാത്തത്, ത്രെട്ടനിങ് ഭീഷണി. സോ വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ്, അതായത് ജീവന് ഭീഷണി ഇല്ലാത്ത കണ്ടീഷൻസ്. നോർമലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആൾക്കത്ര ക്രിട്ടിക്കൽ ഒന്നുമല്ല, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ തന്നെ അവർക്ക് പോയിട്ട് പഠിച്ചു പോണം. വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇത് ആരോ ചെയ്യുന്നത് വരച്ചിടാട്ടോ. ആരോമാർക്കൊക്കെ ചെയ്തിട്ടേക്കും പ്രിന്റഡ് ഉള്ളവരാണെങ്കിൽ. അപ്പൊ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ബേസിക് ആയിട്ടുള്ളത്. അത്യാവശ്യം അതിനകത്ത് മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ടാവും, അല്ലെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണ്. അതായത് ജീവന ഭീഷണി ഇല്ലാത്ത ഒരു തരത്തിലുള്ള പേഷ്യൻസുകളായിരിക്കും കൂടുതൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു പോണേ പെട്ടെന്ന് തന്നെ. അപ്പൊ ബേസിക് ലൈഫ് സപ്പോർട്ട് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് വൺ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. എന്താണ് അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായി? കുറച്ചും കൂടി വികസിച്ചു അല്ലെ? കുറച്ചും കൂടി ടെക്നോളജി കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടു. അഡ്വാൻസ്ഡ് ആണ് അല്ലെ? നമ്മൾ കുറച്ചും കൂടി വിപുലീകരിച്ചു, എക്സ്റ്റെൻഡ് ആയി. നോക്കാം. These ambulances can provide modern life support services like endotracheal intubation, cardiac monitoring, defibrillation, administration of intravenous fluids or vasopressors. പഠിച്ചപ്പോഴാണ് വാക്കുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ? എന്തെങ്കിലും മനസ്സിലായോ? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുകൂടി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ആർക്കൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്? എൻഡോട്രയാക്കിൽ ഇന്റുബേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ട്യൂബ് ഒക്കെ ഇട്ട പേഷ്യൻസുകൾ. അപ്പൊ അങ്ങനെ വരുന്ന ട്യൂബ് ഇട്ട പേഷ്യൻസുകൾ. കാർഡിയാക് മോണിറ്ററിംഗ്. കാർഡിയാക് മീൻസ് ഹൃദയസംബന്ധമായിട്ടുള്ള അല്ലെ? അതായത് ഹാർട്ട് ഡിസീസസ് ഒക്കെ വരുന്നവരുടെ ആ ഒരു മോണിറ്ററിംഗ് ചെയ്യാനൊക്കെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്. ഡിഫിബ്രിലേഷൻ. ഡിഫിബ്രിലേഷൻ മീൻസ് എന്താണ്? ഡിഫിബ്രിലേഷൻ ഡിഫിബ്രിലേഷൻ ഹൃദയമിടിപ്പിൽ വരുന്ന ക്രമക്കേടിനെയാണ് ഡിഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. എഴുതി വെച്ചോളോട്ട് അറിയാത്തവരാണെങ്കിൽ ഡിഫിബ്രിലേഷൻ ഹൃദയമിടിപ്പിലെ ക്രമക്കേടുകൾ. ഓക്കെ, അപ്പൊ ഡിഫിബ്രിലേഷൻ മീൻസ് നമ്മുടെ ഹൃദയമിടിപ്പിലെ ക്രമക്കേടുകൾക്ക് വരുന്നത് ഒരു ചികിത്സയാണ് ഈ ഡിഫിബ്രിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയമിടിപ്പിലെ ക്രമക്കേടിൽ വരുന്നതാണ് ഈ ഒരു ഡിഫിബ്രിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഡിഫിബ്രിലേഷൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈദ്യുത പ്രവാഹം നമ്മളുടെ ഈ ഒരു ഹൃദയത്തിനുള്ളിലേക്ക് ഒരു വൈദ്യുത പ്രവാഹത്തിന്റെ ഒരു ഡോസ് നൽകുകയാണ് ചെയ്തത്. അപ്പൊ അത് നമ്മുടെ ആ ക്രമക്കേടുകളൊക്കെ മാറ്റും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം ഡിഫിബ്രിലേഷൻ കേട്ടോ. അതായത് ഹൃദയമിടിപ്പിന്റെ ക്രമക്കേടിനെ മാറ്റാനായിട്ട് നമ്മളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഒരു വൈദ്യുത പ്രവാഹത്തെ കടത്തിവിടുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഹാർട്ട് ഡിസീസസ് അങ്ങനെ വരുന്ന പേഷ്യൻസ് ഒക്കെയാണ് കൂടുതലും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ,
ഡിഫിബ്രിലേഷൻ എഴുതി വെച്ചോളൂ കേട്ടോ. അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഹൃദയമിടിപ്പിന്റെ ക്രമക്കേടിന് വേണ്ടി ചെയ്യുന്ന ചികിത്സ. Then defibrillation administration of intravenous fluids. Intravenous means എന്താണ്? അതായത് ഞരമ്പിലൂടെ ഈ ഫ്ലൂയിഡ്സ് മരുന്നുകളും മറ്റും വാസോപ്രസേഴ്സ് എന്താണ് മറ്റേ നമ്മുടെ രക്തക്കുഴലുകൾ എന്നൊക്കെ പറയില്ലേ, അതായത് രക്തക്കുഴലുകള് രക്തസിരകള് എന്നൊക്കെ പറയുന്നതാണ് ഈ വാസോപ്രസേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞരമ്പിലൂടെയും മറ്റു ഫ്ലൂയിഡ്സ് ഒക്കെ കടത്തിവിടുന്ന പേഷ്യൻസുകളും ഈ ട്യൂബ് ഇട്ട പേഷ്യൻസുകള് ഈ കാർഡിയാക് മോണിറ്ററിങ് ഹാർട്ട് ഡിസീസസ് ആയിട്ട് ഹൃദയസംബന്ധമായിട്ടുള്ള മോണിറ്ററിങ് ചെയ്യുന്ന പേഷ്യൻസും അതുപോലെ തന്നെ ഡിഫിബ്രിലേഷൻ അറിയാലോ, ഈ ഹൃദയമിടിപ്പിന്റെ ആ ക്രമക്കേടിനെ മാറ്റുന്ന ഒരു ചികിത്സയാണ്. അപ്പൊ ഇനിയുള്ള പേഷ്യൻസിനൊക്കെയാണ് കൂടുതലും ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അഡ്വാൻസ് കേട്ടോ. These are adequately staffed and made ready for shifting patient with life-threatening condition. കേട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞു ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പേഷ്യന്റ് ആണ്, അധികം ക്രിട്ടിക്കൽ ഒന്നും അല്ല, അല്ലെ? അപ്പോ വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് ആണ് അവിടെ വരുന്നത്. അതായത് ജീവന് ഭീഷണിയൊന്നും ഇല്ലാത്ത ഒരു അതായത് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല, ലൈഫ് ത്രെട്ടനിങ് അല്ല, ജീവന് ഭീഷണി ഇല്ലാത്ത തരത്തിലുള്ള പേഷ്യൻസിനാണ് നമ്മുടെ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ചൂസ് ചെയ്തത്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും മറ്റും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോ അത് കൂടുതലും വിത്ത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണ്. കൂടുതലും ജീവന് ഭീഷണി ആകുന്ന തരത്തിലുള്ള പേഷ്യൻസിനൊക്കെയാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിക്കണം, കാരണം എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ പേഷ്യൻസിന്റെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അസുഖമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രയാരിറ്റി ഇൻറ്റുബേഷൻ, കാർഡിയാക് മോണിറ്ററിംഗ്, ഡിഫിബ്രിലേഷൻ, അല്ലെ? അപ്പോ വിച്ച് ടൈപ്പ് ഓഫ് ആംബുലൻസ്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. സോ അത് മാത്രം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം. അപ്പൊ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളതൊക്കെ വരുന്നത് എവിടെയാണ്? അഡ്വാൻസ്ഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? കുറച്ചും കൂടി ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആംബുലൻസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ബേസിക് ലൈഫ് എന്ന് പറയുമ്പോൾ നോർമലി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഒരു വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, MICU. എന്താണ് MICU? MICU മീനിങ് MICU നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. MICU ഫുൾ ഫോം എന്താണ്? MICU മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. മെഡിക്കൽ ICU. ഓക്കെ, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ് MICU നോക്കാം കേട്ടോ. These are specialized vehicles with all equipment and staff to transfer patients who are critically ill and are usually used in combination with the specialist retrieval teams in few developed countries. ഇത് കൂടുതലും വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ MICU യൂസ് ചെയ്തത്, MICU ഉപയോഗിക്കുന്നത്. ഇത് കൂടുതലും എവിടെയാണ്? ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെയാണ്. ഡെവലപ്ഡ് കൺട്രീസിലാണ് MICU നമ്മുടെ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് വരുന്നത്. റിട്രൈവൽ മീൻസ് വീണ്ടെടുക്കുക എന്നുള്ള മീനിങ്ങാണ് കേട്ടോ. റിട്രൈവൽ വീണ്ടെടുക്കുക. ഓക്കെ, MICU എന്ന് പറയുന്നത് കുറച്ചും കൂടി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും വരുന്നതാണ്. നമ്മൾ പറഞ്ഞു വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് ഈ MICU ഉപയോഗിക്കുന്നത്. നമ്മള് മീൻസ് ഡെവലപ്ഡ് കൺട്രീസിലാണ് കൂടുതലും ഇങ്ങനെയുള്ള ആംബുലൻസുകളൊക്കെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ മെയിൻ ആയിട്ട് ബേസിക് ലൈഫ് ഉണ്ട്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ഉണ്ട്, MICU. ബേസിക്കലി നമ്മൾ പറഞ്ഞു വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ്. നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. നിങ്ങൾ എഴുതി വെച്ചോളൂ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എഴുതാ, ഒരു ഹൈഫൻ ഇട്ടിട്ട് വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് എഴുതി വെക്കാം. അതായത് ലൈഫ് ത്രെട്ടനിങ് ഒന്നും ഇല്ലാത്ത പേഷ്യൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് എഴുതാ, ഒരു ഹൈഫൻ ഇടാം, വിത്ത് ലൈഫ് ത്രെട്ടനിങ് എഴുതി വെച്ചോളൂ കേട്ടോ. ആ കോപ്പിയിൽ തന്നെ എഴുതുകയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലൊക്കെ എഴുതി വെച്ചോളൂ കേട്ടോ ചെറുതായിട്ട്.
Then MICയും എഴുതിക്കോട്ടെ, ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. ഓക്കെ, എഴുതുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടെ. ഓക്കെ, ഈ ഇങ്ങനെ എഴുതി വെച്ചാൽ തന്നെ അത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും ഇല്ലാണ്ടാണ് പറയുന്നത് കേട്ടോ. റിപ്പീറ്റ് ചെയ്യാം. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എഴുതാം. ഫസ്റ്റ് വൺ എഴുതാം, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഒരു ഹൈഫൻ ഇടാം. നേരെ എന്താ എഴുതാം, വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് പേഷ്യന്റ് എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് എഴുതാം, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ഹൈഫൻ ഇടാം, വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ. Then second one എഴുതാം, advanced life support ambulance. Advanced life support ambulance. അതിന്റെ നേരെ ഹൈഫൻ ഇട്ടിട്ട് എഴുതാം, with life threatening patient. With life threatening, അതായത് ജീവന് ഭീഷണി ഉള്ളത്, ആദ്യം ഭീഷണി ഇല്ലാത്തത്. ഓക്കെ, then third one MICU എഴുതാം, ഒരു ഹൈഫൻ ഇടാം, critically ill patient. Critically ill patient. ഓക്കെ, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ, എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതാം കേട്ടോ. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ഒരു ഹൈഫൻ ഇടാം, വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ്, അതായത് ജീവന് ഭീഷണിയൊന്നും ഇല്ലാത്തത്. രണ്ടാമത് എഴുതാം, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അഡ്വാൻസ്ഡ് ആൾക്കാരിക്കും, വിത്ത് ലൈഫ് ത്രെട്ടനിങ് പേഷ്യന്റ്. MICU. MICU ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് എന്താ എഴുതാ, ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. കഴിഞ്ഞോ? Okay, MICU, critically ill patient. Okay. ഇപ്പൊ ഇത്ര എടുക്കുന്നുള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ കുറച്ച് പഠിക്കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് പഠിക്കാം കേട്ടോ. കുഴപ്പമില്ലല്ലോ, പിക്ചറൊക്കെ കണ്ടപ്പോ കുറച്ചും കൂടി ക്ലിയർ ആയില്ലേ? അയ്യോ, ഓക്കെ ഓക്കെ, എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്കൊന്നും കൂടി ടീച്ചർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ചെറിയ ത്രോട്ട് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, കുറച്ച് മെഡിക്കൽ ടൈം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെ? കുഴപ്പമില്ല, എങ്കിലും പിക്ചറൊക്കെ കണ്ടപ്പോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ആണോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് അതുപോലെ പഠിക്കാം. നമ്മൾ കൂടുതൽ നമുക്ക് അത്യാവശ്യമുള്ള ഭാഗങ്ങളൊക്കെ നല്ലപോലെ തന്നെ പഠിക്കാം. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ, ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടോ മാം. ഓക്കെ, ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് ശ്വാസകോശത്തില് ഓവർ എയർ കയറുന്നതും വെള്ളം കയറുന്നതുമായ അവസ്ഥേനെയാണോ പറയുന്നത്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിനെയാണോ പറയുന്നത്? ട്രീറ്റ്മെന്റ് അവസ്ഥയാണ് നമ്മൾ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആ ഒരു ഈ പറഞ്ഞ പോലെ എയറുകളും അല്ല ഈ ഒരു ഫ്ലൂയിഡ്സും മറ്റു കാര്യങ്ങളും നമ്മളുടെ ചെസ്റ്റിൽ ശ്വാസകോശത്തിൽ നിറയുമ്പോൾ അതിനെ നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ചെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സംവിധാനം. ഓക്കെ,
നെക്സ്റ്റ് ക്ലാസ്സിന് വരുന്നുണ്ടല്ലോ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിപ്പീറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ബുദ്ധിമുട്ടല്ല, മെഡിക്കൽ ടേമുകളാണ് അത്. നമുക്ക് ആ ടേമുകൾ അതുപോലെ തന്നെ പഠിക്കണം അല്ലെ, പഠിക്കേണ്ടത് നിർത്തില്ല. പക്ഷെ നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അത്യാവശ്യം മനസ്സിലാക്കാത്ത രീതിയിൽ കുറച്ച് പിക്ചറുകളും മറ്റും കാണിച്ചൊക്കെ തരാം അല്ലെ. പിക്ചറൊക്കെ കണ്ടപ്പോ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല എല്ലാവർക്കും? കിട്ടിയോ? ഓക്കെ, അപ്പൊ ക്ലാസ് കോർണർ സ്കെയിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേറെ എഴുതാനൊന്നും ഇല്ലാലോ അധികം. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Okay, thank you, ma'am. Thank you, ma'am. Thank you, ma'am. Ma'am, thank you, ma'am. you, ma'am. Thank you, ma'am.